ഇന്ത്യയെ തകർക്കാൻ തക്കം പാർത്തിരിക്കുകയാണ് പാക് ഭീകരന്മാർ. വിവിധ ഭീകരാക്രമണങ്ങൾ പാകിസ്ഥാൻ മെനയുന്നതായി തന്നെ ഇന്ത്യയിൽ നടത്താൻ മെനയുന്നതായി തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അവർ റിപ്പബ്ലിക് ദിനത്തിൽ വലിയൊരു ആക്രമണത്തിനായി തന്നെ ആസൂത്രണം ചെയ്യുന്നതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. രാജ്യത്തെ ട്രെയിനുകൾ അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്നതായി തന്നെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ മുന്നറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ ആശങ്ക വർദ്ധിക്കുകയുമാണ്. പാക് ഭീകരരാകട്ടെ ഡൽഹിയിലെ പ്രധാന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ആക്രമണം നടത്താനാണ് ആദ്യം പദ്ധതിയിട്ടിരുന്നത്. ഇതോടുകൂടി തന്നെ കർശന ജാഗ്രതാ നിർദ്ദേശം പോലീസും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും നൽകിയിരുന്നു. റിപ്പബ്ലിക് ദിനത്തിൽ ട്രെയിൻ അട്ടിമറിക്ക് സാധ്യതയുണ്ട് എന്നതാണ് മുന്നറിയിപ്പ്. രാജ്യത്തെ ട്രെയിൻ ഗതാഗതത്തിന് നേരെ അട്ടിമറി നീക്കങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടായേക്കാമെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്ന മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതലുകൾ ശക്തമാക്കാൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആകട്ടെ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശവും നൽകി കഴിഞ്ഞു. റെയിൽവേ ട്രാക്കുകൾക്ക് സമീപം നിർമ്മാണ സാമഗ്രികളോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളോ അശ്രദ്ധമായി ഇടുന്നത് അത് ഒഴിവാക്കണമെന്നും അവ സുരക്ഷിതമായി തന്നെ സൂക്ഷിക്കണമെന്നും അധികൃതർ അറിയിച്ചു. പാളങ്ങളിൽ അസ്വാഭാവികമായി തന്നെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യുവാനും പൊതുജനങ്ങളോടും ഉദ്യോഗസ്ഥരും അവരോടും തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലും പരിസരങ്ങളിലും നിരീക്ഷണം ശക്തമാകുന്നതിലൂടെ തന്നെ അനിഷ്ട സംഭവങ്ങൾ തടയാനാണ് റെയിൽവേ സുരക്ഷാ വിഭാഗം ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇതിനായി തന്നെ പ്രത്യേക സർക്കുലർ പുറപ്പെടുവിച്ചുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കാൻ റെയിൽവേ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അതേസമയം രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന് നേരെ കഴിഞ്ഞ ദിവസം, അതായത് അത് സർവീസ് ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ആ ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം നടന്നു. ട്രാക്കിന് ഇടയിലാകട്ടെ മരത്തടിയും മറ്റു വസ്തുക്കളും നിരത്തി അപകടം സൃഷ്ടിക്കാനായിരുന്നു തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ശ്രമം നടത്തിയതും. ഇൻസ്റ്റഗ്രാമിൽ പ്രചരിച്ച ഒരു വീഡിയോയിലൂടെയാണ് ഇപ്പോൾ ഈ പ്രവൃത്തി പുറം ലോകം അറിയുന്നത്. ഇത്തരത്തിൽ നിരന്തരം ട്രെയിനുകൾക്ക് നേരെ കല്ലെറിയുന്നതും ട്രാക്കിൽ വസ്തുക്കൾ അവിടെ കുറുകെ ഇടുന്നതുമെല്ലാം തന്നെ പതിവ് വാർത്തയായി വരുന്നതിനിടയിലാണ് ഇപ്പോൾ റിപ്പബ്ലിക് ദിനത്തിലും ഇത്തരമൊരു ആശങ്ക തന്നെ പങ്കുവയ്ക്കുന്നത്. ഭരണ സംവിധാനത്തെയും ഇന്ത്യൻ റെയിൽവേയും അട്ടിമറിക്കാനുള്ള ഒരു ഗൂഢ ലക്ഷ്യത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു രീതിയിലേക്ക് എത്തുന്നതെന്ന വിലയിരുത്തലാണ് സൂചിപ്പിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ അമൃത് ഭാരത് ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തത്. എന്നാൽ അതിന് സമീപ ദിവസങ്ങളിൽ തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വീഡിയോ പ്രചരിക്കുന്നത്. അതിനാൽ തന്നെ ഈ വിഷയം വളരെ ഗൗരവത്തോടെ തന്നെ എടുക്കുന്നു എന്നതാണ് വ്യക്തമാവുന്നതും. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ വരുന്ന സമയത്ത് റെയിൽവേ ട്രാക്കിൽ മരത്തടികളും സിമന്റ് തൂണുകളും നിരത്തി വെച്ചുകൊണ്ട് യുവാക്കൾ അവിടെ ആ ഒരു സംഭവത്തെ വലിയ രീതിയിൽ ഒരു ആശങ്ക സൃഷ്ടിക്കുകയും എന്നാൽ ഈ വീഡിയോ ആകട്ടെ ദൃശ്യമാധ്യമത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ യുവാക്കളുടെ ഈ പരാക്രമം പുറം ലോകം അറിയുകയും ചെയ്തു. ട്രാക്കിൽ തടസ്സങ്ങൾ കണ്ട വന്ദേ ഭാരത് ട്രെയിൻ പാതിവഴിയിൽ നിർത്തിയതായിട്ടാണ് പിന്നീട് വൻ ദുരന്തമുണ്ടാകാതിരിക്കാൻ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തതായും വ്യക്തമാക്കുന്നു. ട്രെയിനിൽ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ഭരണകൂടത്തെയും റെയിൽവേ സംവിധാനങ്ങളെയും ഒക്കെ കുറ്റപ്പെടുത്തുന്നവർ ചില പൗരന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം നിരുത്തരവാദപരമായ പെരുമാറ്റങ്ങൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. ട്രെയിനിൽ പാളം തെറ്റിക്കുവാനും അതേപോലെ തന്നെ വലിയ അപകടങ്ങൾ അതിന് കാരണമായേക്കാവുന്ന ഈ പ്രവൃത്തിയുടെ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരിക്കുന്നത് വലിയ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.